യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന സഭയുടെ ജനന പെരുന്നാളായ പെന്തകുസ്ത തിരുനാളിനെ ആത്മീയ ചൈതന്യത്തോടെ വരവേൽക്കാൻ വിശ്വാസികളായി നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വരവിനായി കാത്തിരുന്ന അപ്പസ്തോലന്മാരുടെ മാതൃക പിന്തുടർന്ന് ഹൃദയങ്ങളെ ഒരുക്കുന്നതിനായുള്ള 9 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. അതിൽ ഒന്നാമത്തേതാണ് നൊവേന പ്രാർത്ഥന. പെന്തകുസ്തയ്ക്ക് മുന്നോടിയായി 9 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന ചൊല്ലുന്നത് ആത്മീയമായ ഒരുക്കത്തിന് അത്യന്താപേക്ഷിതമാണ്. സിഹിയോൻ ശാലയിലെ പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് ഇത് വിശ്വാസികളെ നയിക്കുന്നു. രണ്ടാമത്തെയാണ് ആത്മീയ ഗീതങ്ങൾ. ഭക്തിഗാനങ്ങൾ ആലപിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കും. മൂന്നാമത്തെയാണ് പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. നാലാമത്തെയാണ് ബൈബിൾ പാരായണം. അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 2-ാം അധ്യായം പ്രത്യേകം വായിച്ചു ധ്യാനിക്കുന്നത് ആദിമസഭയുടെ തീഷ്ണതയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കും. അഞ്ചാമത്തെയാണ് കൂദാശകളിലൂടെയുള്ള ശുദ്ധീകരണം. പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള ആലയമായി ഹൃദയത്തെ മാറ്റാൻ കുമ്പസാരം വഴി പാപക്കറകൾ കഴുകിക്കളയണം. ആറാമത്തെയാണ് പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന. ഏഴാമത്തെയാണ് ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി നിശബ്ദമായി ഇരിക്കുന്നത്. ദിവസരം ശ്രവിക്കാൻ വിശ്വാസികളെ ഇത് പ്രാപ്തരാക്കും. എട്ടാമത്തെയാണ് എളിമയോടെ പെരുമാറുന്നത്. 9-ാമത്തെയാണ് പെന്തകുസ്ത തിരുനാളിന് ശിഷ്യന്മാരെ ഒരുക്കിയ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. ആത്മാവിന്റെ ഫലങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഈ സമയം വിനിയോഗിക്കാം. പെന്തകുസ്ത എന്നത് കേവലം ഒരു തിരുനാൾ എന്നതിലുപരി ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ ദൈവികാഗ്നി ജ്വലിക്കപ്പെടേണ്ട നിമിഷമാണ്. അടുത്ത ഞായറാഴ്ച ആഘോഷിക്കുന്ന പെന്തകുസ്തയ്ക്കായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളോടൊപ്പം നമുക്കും ഒരുങ്ങാം.